നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഇന്ന് ഹലോ ഡോക്ടർ ചർച്ച ചെയ്യുന്നത്. അതായത് ചൂട് കൂടുതലുള്ള ഒരു കാലഘട്ടമാണ്. ചൂട് മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും ചൂടിനെ എങ്ങനെ നേരിടാം എന്ന വിഷയവുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് കേരള ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസിലെ ഡോക്ടർ MS മനു ആണ്. നാഷണൽ ഹെൽത്ത് മിഷൻ കേരളയുടെ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഹ്യൂമൻ ഹെൽത്ത് പ്രോഗ്രാമിൻ്റെ സ്റ്റേറ്റ് നോഡൽ ഓഫീസർ കൂടിയാണ് ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. നമുക്കറിയാം ഈ കാലാവസ്ഥ അത്യധികം നമ്മളെല്ലാം വളരെയേറെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാലാവസ്ഥ കൂടിയാണ്. കാരണം പകൽ അത്രയധികം ചൂടാണ്. ഈ ചൂടിനെ എങ്ങനെ നേരിടാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചൂട് മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വളരെ പ്രാധാന്യമേറിയൊരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്കെടുത്തിരിക്കുന്നത്. നമുക്കറിയാം കേരളത്തിൽ വേനൽക്കാലം എത്തിക്കഴിഞ്ഞു. പല ജില്ലകളിലും നമ്മുടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അതുപോലെ തന്നെ കാലാവസ്ഥാ വകുപ്പുമെല്ലാം അലർട്ടുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നുള്ളത്. ഇത് പ്രഖ്യാപിക്കുന്നത് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇത് മനുഷ്യൻ്റെ ആരോഗ്യത്തെ വളരെയധികം ബാധിക്കുന്ന ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എന്തൊക്കെയാണ് ചൂട് മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളെന്ന് പരിശോധിക്കുന്നതിന് മുന്നേ എങ്ങനെയാണ് നമ്മുടെ ശരീരം അതിന് ഈ ചൂടിൻ്റെ നിയന്ത്രണം നടത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ ഉചിതമായിരിക്കും. നമ്മുടെ ശരീരത്തിലേക്ക് നമുക്ക് ചൂട് എത്തുന്നത് രണ്ട് വഴിയാണ്. ഒന്ന് പുറമേ നിന്ന്, ദാറ്റ് ഇസ് എക്സോജനസ് എന്ന് നമ്മൾ പറയും. നമ്മൾ നേരിട്ട് സൂര്യനിൽ നിന്നോ മറ്റുള്ള സോഴ്സുകളിൽ നിന്നോ ഒരു ചൂട് നമ്മുടെ ശരീരത്തിലേക്ക് എക്സ്പോസ്ഡ് ആവുന്നു അല്ലെങ്കിൽ വരുന്നു. രണ്ടാമത് നമ്മുടെ തന്നെ ഉള്ളിലെ മെറ്റബോളിക് പ്രവർത്തനങ്ങൾ, അതായത് ഉപാജയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ചൂട്. അപ്പം ഇത്തരം ചൂടുണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ആകെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു പ്രത്യേക താപനിലയിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൻ്റെ സാധാരണ നമ്മൾ പറയുന്ന ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ അഥവാ 37 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയും. ആ ഒരു റേഞ്ചിനകത്ത് നിർത്തിക്കൊണ്ടാണ് നമ്മുടെ എല്ലാ ആന്തരിക അവയവങ്ങളുടെയും പ്രവർത്തനങ്ങളും നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ ചൂട് കൂടുന്നൊരവസ്ഥയിൽ നമുക്ക് നമ്മുടെ ശരീരം തന്നെ അതൊരു പ്രതിക്രിയ പോലെ ചെയ്യുന്നത് ഇതിനെ ചൂടിനെ പതുക്കെ പുറന്തള്ളുന്നതിനുള്ള ചില മെക്കാനിസംസ് നമ്മുടെ ശരീരത്തിലുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിയർക്കുക എന്നുള്ളത്. നമ്മുടെ സ്വെറ്റ് ഗ്ലാൻഡുകൾ വഴി നമ്മുടെ വിയർപ്പായിട്ട് ഒരു കൂളിംഗ് എഫക്റ്റ് കൊണ്ടുവരികയും അങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ താപനില കുറച്ച് വയ്ക്കുകയും ചെയ്യുന്നൊരു പ്രക്രിയയുണ്ട്. അതുകൂടാതെ നമ്മുടെ രക്തധമനികളെല്ലാം, ചെറിയ രക്തക്കുഴലുകളെല്ലാം നമ്മുടെ തൊലിപ്പുറത്തുള്ളതെല്ലാം ഡയലേറ്റ് ചെയ്തുകൊണ്ട് ചൂടിനെ പുറത്തേക്ക് തള്ളുന്ന ഒരു പ്രതിഭാസവും ഉൾപ്പെടെ. അപ്പോൾ ഇങ്ങനെ ഒരു ബാലൻസിലാണ് ചൂട് കൂടുമ്പോൾ അത് കുറയ്ക്കുന്നതിനായി നാം വിയർക്കുന്നു. അപ്പോൾ എന്തായിരിക്കും നമ്മൾ അധികമായിട്ട് നമ്മുടെ അന്തരീക്ഷ താപനില കൂടിയാൽ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു ബാലൻസിന് ഒരു തകരാറ് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതായത് കൂടുതലായിട്ട് താപനില വരുമ്പോൾ നാം കൂടുതലായിട്ട് വിയർക്കുകയും നമ്മുടെ ശരീരത്തിൽ നിന്ന് ജലാംശം മുഴുവനായിട്ട് നഷ്ടപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യം വരുന്നു. അപ്പോൾ നമുക്ക് അത് റീപ്ലേസ് ചെയ്യാൻ ജലാംശവും ലവണങ്ങളും റീപ്ലേസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് പല ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും എത്തിക്കുന്നു എന്നുള്ളതാണ്. ഈ ആരോഗ്യ പ്രശ്നങ്ങളെ നമ്മൾ മൊത്തത്തിൽ വിലയിരുത്തുമ്പോഴും ചൂട് മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഡയറക്റ്റായിട്ട്, അതായത് നേരിട്ടും നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ഇൻഡയറക്റ്റായിട്ടും പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ആദ്യം നേരിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ താപനില കൂടുന്നത് കൊണ്ട് നമുക്കുണ്ടാകാൻ സാധ്യതയുള്ളതെന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ സാധാരണയായിട്ട് നമ്മൾ കാണുന്നത് ചൂട് കുരുക്കളാണ്. അല്ലെങ്കിൽ ചൂട് കുരു എന്ന് പറയുന്ന പ്രിക്ലി ഹീറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വിയർപ്പ് തങ്ങി നിന്നുകൊണ്ട് ഉണ്ടാകുന്ന ചെറിയ ചൊറിച്ചിലും ചെറിയ കുരുക്കളും ആണ്. ഇത് വസ്ത്രങ്ങൾ കിടക്കുന്ന ഭാഗത്താണ് കൂടുതലായിട്ട് ഈ ചൂട് കുരുക്കൾ അനുഭവപ്പെടുന്നത്. നമ്മൾ ചെയ്യേണ്ട ഒരു പരമപ്രധാനമായിട്ടൊരു കാര്യം എന്ന് പറയുന്നത് അധികം ചൂടിലേക്ക് എക്സ്പോസ്ഡ് ആവാതിരിക്കുക. രണ്ട്, നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ വേർപ്പ് തങ്ങി നിൽക്കാൻ പറ്റാത്ത തരത്തിലുള്ളതാകുക എന്നുള്ളത്. വളരെ അയഞ്ഞ ഇളം നിറത്തിലുള്ള കാര്യം, ഇളം നിറങ്ങളുള്ള വസ്ത്രങ്ങൾ നമ്മൾ ലൈറ്റിനെ ഹീറ്റിനെയൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ചൂട് അധികം എത്താൻ സാധിക്കുകയില്ല. അങ്ങനെ ഒരു കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ ഇത് കൂടുതലായിട്ട് ഇതിനൊരു സെൽഫ് ലിമിറ്റിംഗ് ആണ്. പക്ഷേ നമ്മൾ വീണ്ടും അത് വിയർക്കാൻ അനുവദിച്ചാൽ അത് ഇൻഫെക്ഷനൊക്കെ വരാനുള്ള സാധ്യത ചൂട് കുരുവിനെ സംബന്ധിച്ചുണ്ട്.
അടുത്ത ഒരു വളരെ പ്രധാനപ്പെട്ടതും കോമൺ ആയിട്ട് കാണുന്ന പ്രശ്നമാണ് സൺ ബേൺസ് എന്ന് പറയുന്നത്. അതായത് പൊള്ളൽ എന്ന് നമ്മൾ സാധാരണയായിട്ട് വിളിക്കുന്നത്. നമ്മുടെ നേരിട്ട് സൂര്യൻ്റെ രശ്മി നമ്മുടെ ശരീരത്തിൽ പതിക്കുമ്പോൾ ഇതിൽ അൾട്രാവയലറ്റ് രശ്മികളാണ് അതിനകത്ത് പ്രധാന കാരണം. അതൊരു നമുക്ക് എന്താണ് നമ്മുടെ ശരീരത്തിന് നമ്മുടെ തൊലിപ്പുറത്ത് അത് പൊള്ളലുകൾ ഉണ്ടാക്കുന്നു. നമ്മുടെ ആദ്യം ചുവന്ന് തടുക്കുന്നു, തിണർപ്പുണ്ടാകുന്നു, അവിടെ ചൊറിച്ചിൽ അനുഭവപ്പെടാം. അതിൻ്റെ ഒപ്പം തന്നെ പൊള്ളലുകൾ രൂപപ്പെടുകയും ചെയ്യുന്നു. ഈ പൊള്ളലുകൾ കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ആ ഭാഗങ്ങളിലെ തൊലികൾ അടർന്നു പോകുന്ന ഒരു പ്രതിഭാസവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ സൺ ബേൺസ് എന്ന് നമ്മൾ പൊതുവായിട്ട് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ സൺ ബേൺസ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് തണലിലേക്ക് മാറുകയും നമ്മൾ ധാരാളം വെള്ളം കുടിക്കുകയും ഈ സാധാരണ പൊള്ളൽ നമ്മൾ സ്വീകരിക്കുന്ന ചില ഫസ്റ്റ് എയ്ഡുകളുണ്ട്, അത് തന്നെ നമുക്ക് ഇവിടെയും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിലോ കാലിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് വെള്ളത്തിൽ മുക്കി വയ്ക്കാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ഒരു സാധാ പൈപ്പ് വെള്ളമായാലും മതി, വെള്ളത്തിൽ ഒരു 10-15 മിനിറ്റ് കൈയോ കാലോ പൊള്ളിയ ഭാഗം മുക്കി വയ്ക്കുക നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ ഇപ്പോൾ നമുക്ക് മുക്കി വയ്ക്കാൻ പറ്റാത്ത ഭാഗങ്ങളിലാണ്, ഇപ്പോൾ തലയിലോ മുഖത്തോ ഒക്കെയാണ് അത് വരുന്നതെങ്കിൽ നമുക്ക് ഒരു നനഞ്ഞ തുണി കൊണ്ട് നമുക്ക് പതിയെ അതിനെ നമുക്ക് അവിടെ തുടച്ച് വൃത്തിയാക്കി പതുക്കെ അതിനൊരു തണുപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ കുമിളകൾ രൂപപ്പെടുകയാണെങ്കിൽ അതൊരു കാരണവശാലും നാം പൊട്ടിക്കരുത് എന്നുള്ളതാണ്. അതാണ് നമ്മൾ സൺ ബേൺസ് അഥവാ നമ്മളെ ഹീറ്റ് ബേൺസ് എന്ന് പറയുന്ന പൊള്ളലുകൾ. ഇനി അടുത്ത വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതാണ് ഹീറ്റ് സിങ്കോപ്പ് എന്ന് പറയും. നമുക്ക് സാധാരണ നമ്മൾ കാണുന്നതാണ് ചൂടത്ത് ഒരുപാട് സമയം നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ രക്തം നമ്മുടെ കാലുകളിലേക്ക് കേന്ദ്രീകരിക്കുകയും മേളിലോട്ടുള്ള തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹമൊക്കെ കുറയുകയും അപ്പോൾ അതിൽ കൂടുതലായിട്ട് നമ്മൾ താപനിലയും ഹീറ്റും അല്ലെങ്കിൽ ചൂടും കൂടെ നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ ജലാംശം കുറയുകയും നമുക്ക് പെട്ടെന്ന് ഒരു തലകറക്കവും സിങ്കോപ്പൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ സ്കൂൾ അസംബ്ലികളിലും മറ്റും കുട്ടികൾ തളർന്നു വീഴുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഒരു വ്യക്തി അങ്ങനെ ചെയ്യുകയാണ് ഉടനെ തന്നെ ആ വ്യക്തിയെ നമ്മളൊരു തണലിലേക്ക് മാറ്റുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കാലുകൾ ഉയർത്തി വയ്ക്കുകയും അദ്ദേഹത്തിന് ബോധത്തിന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, അതായത് സ്ഥലകാല ബോധമുണ്ട്, നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്നൊരവസ്ഥയാണെങ്കിൽ അദ്ദേഹത്തിന് വെള്ളം കൊടുക്കാവുന്നതുമാണ്. ഇനി അതുപോലെ മറ്റൊരു പ്രശ്നമാണ് ഹീറ്റ് ക്രാംസ് എന്ന് പറയും. അറിയാലോ നമ്മുടെ മസിലുകൾ സ്കെലിറ്റൽ മസിലുകൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടി ഇതുപോലെ ജലാംശവും ലവണങ്ങളും വളരെ ആവശ്യമാണ്. നമ്മൾ ഈ ചൂടുകാലത്ത് അധികമായിട്ട് എക്സേർട്ട് ചെയ്യുമ്പോൾ ഈ ജലാംശവും ലവണവും അധികമായി നഷ്ടപ്പെടുകയും അത് തിരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റാതിരിക്കുക അവസ്ഥ വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ കൈകാലുകളിലെ മസിലൊക്കെ കോച്ചി പിടിക്കാം അല്ലെങ്കിൽ സങ്കോചിക്കാൻ ഉള്ള സാധ്യതയുണ്ടെങ്കിൽ അത് വേദനയോടുകൂടിയുള്ള ഒരു കോച്ചിപ്പിടുത്തമായിട്ട് മാറും. അതിന് ഹീറ്റ് ക്രാംസ് എന്ന് പറയുന്നു. ഇതും നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് തണലിലേക്ക് മാറിക്കൊണ്ട് നമുക്ക് വെള്ളം ധാരാളം കുഴിച്ചുകൊണ്ട് അതൊരു സെൽഫ് ലിമിറ്റിംഗ് ആയിട്ട് തനിയെ തന്നെ മാറുന്ന ഒരു പ്രശ്നമാണ് ഈ ഹീറ്റ് ക്രാംസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും നേരിട്ട് സൂര്യൻ്റെ രശ്മികൾ നമ്മുടെ ശരീരത്തിൽ പതിക്കുമ്പോൾ ഏൽക്കാറുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ ഹീറ്റ് സ്ട്രോക്ക് അല്ലെങ്കിൽ സൺ സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു അവസ്ഥ. അതൊരു മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളൊരവസ്ഥയാണ്. അതും ഈ പറയുന്ന നമ്മുടെ എത്ര സൂര്യനിലേക്ക് എക്സ്പോസ്ഡ് ആവുമോ അത്രയും നമ്മളിലേക്ക് അൾട്രാവയലറ്റ് കിരണങ്ങൾ നമ്മളിലേക്ക് പതിക്കുകയും നമ്മൾ ഡീഹൈഡ്രേഷനും അതുപോലെ തന്നെ നമുക്ക് ഇലക്ട്രോലൈറ്റ്സ് എല്ലാം നമ്മുടെ ശരീരത്തിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അത്തരത്തിലുള്ള ഒരു വ്യക്തിക്ക് തലകറക്കം, ശക്തിയായ തലവേദന, ഓക്കാനം, ഛർദിൽ, അതുപോലെ തന്നെ ബോധക്ഷയം, അങ്ങനെ അപസ്മാരം, മരണം വരെ സംഭവിക്കാവുന്ന രീതിയിൽ എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇതിന് യൂഷ്വലി നമ്മൾ ഹീറ്റ് സ്ട്രോക്കിനെ ഒരു ട്രയാഡായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതായത് നമ്മുടെ തെർമോ റെഗുലേറ്ററി നമ്മുടെ ബോഡിയുടെ നേരത്തെ പറഞ്ഞ മെക്കാനിസം എല്ലാം അത് പോവുകയും കൂടുതൽ നേരം ഹീറ്റിന് എക്സ്പോസ്ഡ് ആവുന്ന നമ്മൾ അതിന് ന്യൂറോളജിക്കൽ പ്രശ്നങ്ങളുണ്ടാകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ നാഡീ സംബന്ധമായും ബ്രെയിനിനെയൊക്കെ ബാധിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നൊരു അവസ്ഥയുണ്ട്. പിന്നെ അതിന് പ്രധാനപ്പെട്ട മറ്റ് സ്ട്രോക്കുകളിൽ നിന്ന് അല്ലെങ്കിൽ
നമ്മൾ വേർതിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ടെമ്പറേച്ചറാണ്. കോർ ബോഡി ടെമ്പറേച്ചർ 105 ഡിഗ്രിക്ക് മേളിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഹീറ്റ് സ്ട്രോക്കിൽ ഉണ്ടാകുന്നത്. മറ്റ് ഇപ്പം ഇൻഫെക്ഷൻ മൂലമോ മറ്റ് സാധാരണ ഉണ്ടാകുന്ന സ്ട്രോക്കുകൾക്കോ അത്തരത്തിൽ നമ്മൾ ചൂട് നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ അത്രയും കൂടാനുള്ള സാധ്യതയില്ല. അപ്പോൾ അതാണ് ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഹീറ്റ് സ്ട്രോക്കിൻ്റെ മറ്റൊരു അത്രയും കാഠിന്യമല്ലാത്ത ഒരു അവസ്ഥയാണ് ഹീറ്റ് എക്സോഷൻ എന്ന് നാം സാധാരണയായിട്ട് പറയുന്നത്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വെയിലിലേക്ക് കൂടുതലായിട്ട് നമ്മൾ എക്സ്പോസ്ഡ് ആവുമ്പോൾ നിർജ്ജലീകരണം സംഭവിക്കുകയും നേരത്തെ പറഞ്ഞ തലകറക്കവും എല്ലാം തന്നെ സംഭവിക്കും. പക്ഷേ ഇവിടെ ബോഡിയുടെ ടെമ്പറേച്ചർ 104 ഡിഗ്രിയിൽ അധികം കൂടുകയില്ല. അതുപോലെ തന്നെ ബോധത്തിന് വലിയ ബോധക്ഷയമോ ജന്യോ ഒന്നും വരാൻ സാധ്യതയും ഇല്ല. അപ്പോൾ ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. മുംബൈയിൽ നിന്നും CN നായരാണ്. ചോദിച്ചോളൂ സാർ. ടി വിയിൽ ശ്രദ്ധിക്കരുത്, ഫോണിൽ ശ്രദ്ധിച്ചു പറഞ്ഞോളൂ, ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ കേൾക്കാം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. എനിക്ക് ചോദിക്കാനുള്ള ഡോക്ടർ, എനിക്ക് 2-3 ദിവസമായിട്ട് എനിക്ക് കണ്ണിന്റെ പ്രശ്നമാണ് ഡോക്ടർ. കണ്ണ് ചുമന്നിരിക്കുന്നു, നല്ല ചുമപ്പുണ്ട് കണ്ണിന്. കൂടാതെ കണ്ണിന്റെ സൈഡിൽ ഒരു കുരു പോലെ വരുന്നുണ്ട്. അത് സാധാരണ കൺകുരു എന്ന് പറയും. അത് ഞാൻ മരുന്ന് മേടിക്കുന്നുണ്ട്. ഇപ്പം 2 ദിവസമായിട്ട് കണ്ണിന് വല്ല സ്റ്റോപ്പുണ്ട്, കണ്ണിന്റെ വേദനയുണ്ട്. ഈ കൺകുരു വരുന്നത് ചൂട് കൊണ്ടാണോ, ചൂടിന്റെ ആധിക്യം കൊണ്ടാണോ ഈ കൺകുരു വരുന്നത്? അതോ എനിക്ക് BP ഷുഗർ ഉണ്ട് ഓൾറെഡി. പക്ഷേ പിന്നെ ഈ തിമിരത്തിന്റെ നോക്കിയപ്പോ തിമിരത്തിന്റെ സ്വല്പം പ്രോബ്ലം ഉണ്ട്. പക്ഷേ ഒരു 3-4 ദിവസമായിട്ട് എനിക്ക് കണ്ണിന് ഭയങ്കര വേദനയുണ്ട്. ഈ കണ്ണിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലെ കോണില് ഒരു ചെറിയൊരു കുരു പോലെ വരുന്നുണ്ട് സംഭവം. ഓക്കെ സർ, പറഞ്ഞതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഉഷ്ണകാലത്ത് അല്ലെങ്കിൽ ചൂട് കൊണ്ട് നേരിട്ടും ഇൻഡയറക്റ്റായിട്ടും പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാം. വേനൽക്കാലത്ത് നമ്മൾ ഈ പറഞ്ഞ നേരിട്ടുള്ള ചൂട് സൺസ്ട്രോക്കോ സൺബേൺസോ കൂടാതെ തന്നെ മറ്റ് രോഗങ്ങളും വളരെ സർവ്വസാധാരണമാണ്. ഉദാഹരണമായി നമ്മൾ വയറിളക്ക രോഗങ്ങൾ വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ വേനൽക്കാലത്ത് വളരെയധികം കാണുന്ന ഒരു രോഗമാണ് ചെങ്കണ്ണ് എന്ന് നമ്മൾ സാധാരണ കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയുന്ന ഒരു രോഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊരു ഇൻഫെക്ഷനാണ്, വൈറലോ ബാക്ടീരിയലോ ഇൻഫെക്ഷൻ. ഈ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് ഈ സ്പ്രെഡ് ചെയ്യാനും ഈ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനും കൂടുതലായിട്ട് ഉണ്ടാകാനും ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നേത്രരോഗ വിദഗ്ധനെ കണ്ട് ഇത് കൺജങ്ക്റ്റിവൈറ്റിസ് ആണോ അതോ മറ്റ് ഈ കൺകുരു ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഇൻഫെക്ഷൻ കാരണമാണോ അതോ വേറെ ഏതെങ്കിലും കണ്ണ് സംബന്ധമായ അസുഖം ആണോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഡയറക്റ്റായിട്ട് കണ്ണിൽ എക്സ്പോസ്ഡ് ആയാലും നമുക്ക് സൂര്യൻ്റെ അൾട്രാവയലറ്റ് രശ്മികൾ ഡയറക്റ്റായിട്ട് നമ്മുടെ കണ്ണിൽ എക്സ്പോസ്ഡ് ആയാലും നമുക്ക് കണ്ണിന് പ്രശ്നങ്ങൾ. പക്ഷേ അത് ദീർഘകാലമായിട്ടുണ്ടാകുന്ന എക്സ്പോഷർ കൊണ്ടാണ് കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ കൺജങ്ക്റ്റിവൈറ്റിസ് ആണോ അതോ മറ്റ് കണ്ണ് സംബന്ധമായ ഇൻഫെക്ഷൻ ആണോ എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനൊരു നേത്രരോഗ വിദഗ്ധനെ കാണേണ്ടതാണ്. ശരി, വ്യക്തമായെന്ന് കരുതുന്നു ഡോക്ടർ. അതുപോലെ തന്നെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുടെ കാര്യം ഡോക്ടർ പറഞ്ഞിരുന്നു. ഈ ആരോഗ്യ പ്രശ്നങ്ങളുടെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഡോക്ടറെ സമീപിക്കേണ്ട ഈ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ ഇതിൽ ഏതൊക്കെയാണ്, എന്തെല്ലാമാണ്? ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ ആരോഗ്യ പ്രശ്നം പറഞ്ഞ കൂട്ടത്തിൽ തന്നെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളും പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ പ്രധാനമായിട്ടും നമ്മൾ ഗുരുതരമായിട്ടുള്ള അവസ്ഥയെന്ന് പറയുന്നത് ഹീറ്റ് സ്ട്രോക്ക് ആൻഡ് ഹീറ്റ് എക്സോഷനാണ്. കാരണം നമ്മൾ ഈ പറയുന്ന ഹീറ്റ് സ്ട്രോക്കിൻ്റെ ഒരു സാഹചര്യത്തിൽ ശക്തിയായ തലവേദനയും തലകറക്കവും ഛർദിലും അത് കൂടാതെ തന്നെ ന്യൂറോളജിക്കൽ എഫക്ട്സ്, അതായത് ബ്രെയിനിനെ ബാധിക്കുന്ന രീതിയിലേക്കുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുകയും അബോധാവസ്ഥയിലും ജന്നിയിലും പോകുന്നൊരു സാഹചര്യം. അത് ഈ ഒരു സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ രോഗിക്ക് വൈദ്യസഹായം നമ്മൾ എത്തിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഹീറ്റ് എക്സോഷൻ, ഇതിൻ്റെ ഒരു മൈൽഡർ ഫോമാണ്. ഹീറ്റ് സ്ട്രോക്കിൻ്റെ വളരെ മൈൽഡർ ഫോമാണ് നമ്മുടെ ഈ പറഞ്ഞ ഹീറ്റ് എക്സോഷൻ എന്ന് പറയുന്നത്.
താപശോഷണം എന്ന് ശരീരശോഷണം എന്ന് നമ്മൾ ശരിക്കും അത് വളരെ ലഘുവായിട്ട് പറഞ്ഞാൽ ശരീര തളർച്ചയാണ്. ഈ ഹീറ്റ് അമിതമായിട്ട് ജലം പോയിട്ട് തളർച്ചയാണ്. അവിടെ നമ്മളൊരു ഫസ്റ്റ് എയ്ഡായിട്ട് ഒരു രോഗിയെ അത്തരത്തിൽ തളരുന്ന രോഗിയെ തണലിലേക്ക് മാറ്റിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തെ തണുപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ്. നമ്മൾ അത് വെള്ളം തളിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ ഐസ് പാക്സ് ഉണ്ടെങ്കിൽ അത് കഴുത്തിലും കക്ഷത്തും നമ്മുടെ കാലുകൾക്കിടയിലും എല്ലാം ഐസ് പാക്സ് വെച്ചുകൊണ്ട് രോഗിയെ തണുപ്പിക്കുന്ന ഒരു സാഹചര്യം ചെയ്യുക. അദ്ദേഹത്തിന് പൂർണ്ണ ബോധവാനായിട്ടുള്ളൊരവസ്ഥയാണെങ്കിൽ കുടിക്കാൻ ഉള്ള പാനീയങ്ങൾ കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൊടുത്തിട്ടും രോഗിയുടെ അവസ്ഥ മാറുന്നൊരു സാഹചര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വൈദ്യസഹായം അത്തരം രോഗിക്ക്, കാരണം അത് സ്ട്രോക്കിലേക്ക് പ്രോഗ്രസ് ചെയ്യാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വൈദ്യസഹായം തേടേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരു മറ്റ് മാരകമായ അല്ലെങ്കിൽ മറ്റ് ഗുരുതരമായ ദീർഘസ്ഥായിയായ അസുഖങ്ങളുള്ള പല ആൾക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ടാവും. അവരെല്ലാം തന്നെ ഇതിനൊരു റിസ്ക് ഗ്രൂപ്പുകളാണ്. അത് എത്രയും പെട്ടെന്ന് നമുക്ക് ഈ പറയുന്ന ഹീറ്റിൻ്റെ എഫക്റ്റ് വരാൻ സാധ്യതയുള്ള രോഗികളാണ്. അത്തരം രോഗികളിലും ഇങ്ങനെ എന്തെങ്കിലും പ്രാഥമികമായിട്ടുള്ള നമുക്ക് ലക്ഷണം തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വൈദ്യസഹായം നമ്മൾ തേടേണ്ടതാണ്. നമ്മൾ സൺ ബേൺസിനെ കുറിച്ച് സംസാരിച്ചപ്പോഴും ആഴത്തിലുള്ള പൊള്ളലാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വൈദ്യസഹായം തേടേണ്ട ഒരു അവസ്ഥ തന്നെയാണ്. കോട്ടയത്തിൽ നിന്നും കൊച്ചുമോനാണ്. കൊച്ചുമോൻ ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഞാൻ ഒരു ഷുഗർ പേഷ്യൻ്റ് ആണ്. 2 നേരം ഞാൻ ഇൻസുലിൻ എടുക്കുന്നുണ്ട്. അപ്പം ഈ ചൂടിന്റെ സമയത്ത് ആഹാര കാര്യങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നറിയാനായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് തന്നെ നമ്മൾ ഈ ചൂട് കൂടുന്നൊരവസ്ഥയിൽ നമ്മൾ ഹൈ റിസ്ക് അല്ലെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ ചൂടിൻ്റെ എഫക്റ്റ് കൂടുതലായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു കൂട്ടം ആൾക്കാർ നമ്മൾ പറയുന്നുണ്ട്. കാര്യം ഹൈ റിസ്ക് ആണ്, ഇവർക്ക് എന്തെങ്കിലുമൊക്കെ അസുഖം വരാൻ സാധ്യതയുള്ളത്. അതിന് പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ഈ പ്രമേഹ രോഗികൾ, സ്ഥിരമായിട്ടുള്ള മറ്റ് ഹൃദ്രോഗം ഉള്ള ആൾക്കാർ, അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാർ. അപ്പോൾ സാർ പറഞ്ഞതുപോലെ സാർ ഒരു പ്രമേഹ രോഗി ആയതുകൊണ്ട് തന്നെ നമ്മുടെ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യം ഇതിനുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ വെള്ളം നിർജ്ജലീകരണം ആണ് നമ്മുടെ ഈ ഒരു ആത്യന്തികമായിട്ട് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ദാഹം തോന്നിയില്ലെങ്കിലും നമ്മൾ വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക എന്നുള്ളതാണ്. പിന്നെ പ്രമേഹ രോഗിയാകുമ്പോൾ നമുക്ക് മറ്റ് ഇത് കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖം കൂടെ ഉണ്ടോ എന്നുള്ളതും മറ്റ് ഹാർട്ട് സംബന്ധമായ അസുഖം ഉണ്ടോ എങ്കിൽ ഡോക്ടർ ചിലപ്പോൾ ഒരു റെസ്ട്രിക്ഷൻ, വെള്ളം കുടിക്കുന്നതിന് ഇത്ര ലിറ്ററേ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പരമപ്രധാനമായിട്ട് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പാനീയങ്ങൾ എടുക്കുക. അത് നമ്മളെ വീട്ടിലെ നമ്മുടെ മോരും വെള്ളമാകാം, നാരങ്ങ വെള്ളമാകാം. നമുക്ക് ഷുഗർ കൂടാത്ത രീതിയിലുള്ള, പഞ്ചസാര അധികം കൂടാത്തുള്ള രീതിയിലുള്ള നമുക്ക് ആഹാര സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ സാധാരണയായി നമ്മൾ പറയുന്നത് പഴങ്ങളാണ്. പക്ഷേ പഴങ്ങൾ ഒരുപക്ഷെ നമുക്ക് പ്രമേഹത്തിൽ ഒരുപാട് പറയാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ കുക്കുംബർ പോലുള്ള നമുക്ക് ജലാംശം അധികമായിട്ടുള്ള വെജിറ്റബിൾസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ പ്രത്യേകിച്ച് പ്രമേഹ രോഗി എന്ന രീതിയിൽ എനിക്ക് ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ പുറത്തോട്ടൊക്കെ നടക്കുമ്പോൾ ഈ ചൂടുള്ള കാലത്ത് പാദരക്ഷകൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ കാലിലേക്ക് സെൻസേഷൻ നമുക്ക് വളരെ അത്രയും കാണണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കാലിലേക്ക് പൊള്ളലുകൾ വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന മരുന്നുകളും കാര്യങ്ങളും അതുപോലെ തന്നെ കഴിക്കുക. പക്ഷേ ഈ ഒരു കൂടുതലായിട്ട് നമ്മൾ പരമപ്രധാനമായിട്ട് ഒരു പ്രമേഹ രോഗി എന്ന നിലയിൽ താങ്കൾ ചെയ്യേണ്ടത് നമ്മൾ ചൂടിലേക്ക് അധികം എക്സ്പോസ്ഡ് ആവാതിരിക്കുക. അതായത് നമ്മുടെ ഡയറക്റ്റായിട്ട് സൂര്യരശ്മികളോ ഇല്ല, ആ ഒരു വെയിലുള്ള സമയത്ത് നമ്മൾ പുറം ജോലികളും മറ്റു കാര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ഈ പറഞ്ഞ നമ്മളിതിപ്പോൾ തുടരുന്ന ഭക്ഷണക്രമം തന്നെ തുടങ്ങാം. അതിനകത്ത് നമുക്ക് ജലം കൂടുതലായിട്ട് കിട്ടുന്ന രീതിയിൽ പാനീയങ്ങൾ നമുക്ക് ക്രമീകരിക്കാവുന്നതാണ്. വ്യക്തമായെന്ന് കരുതുന്നു ഡോക്ടർ. അതുപോലെ തന്നെ ഇത്തരം ഈ ആരോഗ്യ പ്രശ്നങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാനാകും? പൊതുവായുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്തെല്ലാമാണ്? നമ്മളെപ്പോഴും ഒരു ആരോഗ്യ പ്രശ്നത്തെ നമ്മൾ സമീപിക്കുമ്പോൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് നമ്മളെപ്പോഴും ഒരു ആപ്തവാക്യമായിട്ട് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെയും പ്രസക്തം. നമ്മൾ ഡയറക്റ്റായിട്ട് ഉണ്ടാകുന്നതെല്ലാം നമ്മൾ എക്സ്പോഷർ വരുമ്പോഴാണ്. അപ്പോൾ പൊതുവായിട്ട് നമ്മൾ ഇതിനെ ഉള്ള എന്തൊക്കെ മാർഗ്ഗനിർദ്ദേശങ്ങളുള്ളത് അതിന് 4ആയിട്ട് തരംതിരിക്കാം എന്നുള്ളതാണ്. ഒന്ന്, സ്റ്റേ ഇൻഡോഴ്സ് എന്നാണ്. അതായത് നമ്മൾ അകത്തെ മുറികളിൽ അല്ലെങ്കിൽ വീടിനകത്ത് ഓഫീസ് മുറികളിൽ നമ്മൾ കഴിവതും ചെലവഴിക്കുക എന്നുള്ളത് ഈ പ്രത്യേകിച്ച് 11 മുതൽ 3 മണി വരെയുള്ള അത്യുഷ്ണ
സുരക്ഷിതമായിട്ടുള്ള സമയങ്ങളിൽ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ വീടിനുള്ളിൽ തന്നെ കഴിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു 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 പ്രിവെൻറ്റീവ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ അങ്ങനെ അകത്ത് കഴിയുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ നമ്മുടെ വീടുകളിൽ 2 നില 3 നിലയൊക്കെ ഉള്ള വീടുകളുണ്ട്. അവിടെയൊക്കെ മുകളിലത്തെ നിലയിൽ ചൂട് കൂടുതലായിരിക്കും. കഴിയുമ്പോഴും വീട്ടിനുള്ളിലായിരിക്കുമ്പോഴും കഴിയുമെങ്കിൽ അത് താഴത്തെ നിലയിലേക്ക് തന്നെ നമ്മൾ ഇരിക്കാൻ ശ്രമിക്കണം, പ്രത്യേകിച്ച് പകൽ സമയത്ത്. അതുപോലെ തന്നെ നമ്മൾ ഇരിക്കുന്ന മുറികളിലെല്ലാം വായു സഞ്ചാരം ഉറപ്പുവരുത്തുകയും അതുപോലെ തന്നെ നേരിട്ട് ചൂട് ഏൽക്കാതിരിക്കാൻ കർട്ടനുകളോ ബ്ലൈൻഡ്സോ അതുപോലെയുള്ള ഷെയ്ഡുകൾ ഒക്കെ ഒന്ന് വച്ചുകൊണ്ട് നേരിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് സൂര്യപ്രകാശം അടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ വീട്ടിനുള്ളിലിരിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട പാചകത്തിൻ്റെ ഒരു പ്രശ്നം. നമ്മൾ പ്രത്യേകിച്ച് ഉച്ച സമയങ്ങളിലാണ് ഇപ്പോൾ പല വീടുകളിലും പാചകം ചെയ്യുന്നത്. നമുക്കറിയാം ഈ ഒരു സമയത്താണ് ചൂടും വളരെ കൂടുതലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ പാചകം ചെയ്യുമ്പോൾ നമ്മൾ അതും കൂടുതലായിട്ട് ചൂട് എമിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ടെമ്പറേച്ചർ അങ്ങനെ നമ്മുടെ ഇരിക്കുന്ന വീട്ടിലെ ടെമ്പറേച്ചർ കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊരു ക്രമീകരണം പാചകത്തിൻ്റെ സമയത്തിലും ക്രമീകരണം നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു പ്രിവെൻറ്റീവ് ആസ്പെക്റ്റാണ് നമ്മൾ സ്റ്റേ കവേർഡ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് പുറത്തോട്ട് പോയേ പറ്റുള്ളൂ എന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് സൂര്യരശ്മികൾ ഏൽക്കാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ സ്വയം നമ്മളെ കവർ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് കുട, അംബ്രല ഉപയോഗിക്കാം, തൊപ്പികൾ ഉപയോഗിക്കാം, ടവലുകൾ ഉപയോഗിക്കാം. നമ്മൾ വസ്ത്രങ്ങൾ ഇടുമ്പോൾ തന്നെ ഇളം നിറത്തിലുള്ള, അപ്പോൾ ഇളം നിറത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഹീറ്റും ലൈറ്റും എല്ലാം റിഫ്ലക്റ്റ് ചെയ്ത് കളയുന്നതാണ്. അതുകൊണ്ട് ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങളും അതിനോടൊപ്പം നമ്മളെ തിന്നായിട്ടുള്ള കോട്ടൺ വസ്ത്രങ്ങളും ധരിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് പുറം പണികളിൽ ഏർപ്പെടുന്നവർ നമ്മുടെ കയ്യിൽ മൊത്തം കവർ ചെയ്യുന്ന, നമ്മുടെ ശരീരഭാഗങ്ങൾ മാക്സിമം കവർ ചെയ്യുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാദരക്ഷകൾ ഒരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കുക എന്നുള്ള ഒരു കാര്യം കൂടെയുണ്ട്. അതാണ് സ്റ്റേ കവേർഡ്. ഇതിലും പരമപ്രധാനമാണ് സ്റ്റേ ഹൈഡ്രേറ്റഡ്. നേരത്തെ പറഞ്ഞു നമ്മൾ നിർജ്ജലീകരണമാണ് നമ്മുടെ ഈ ചൂട് കൊണ്ടുള്ള പ്രധാന പ്രശ്നം. അപ്പോൾ അതിനെ തടയിടുന്നതിന് വേണ്ടി വെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ പരമപ്രധാനം. നമുക്ക് ദാഹം തോന്നിയില്ലെങ്കിലും ഇടവിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത്, അത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് വെള്ളവും നമുക്ക് സാധാരണഗതിയിൽ വീട്ടിൽ അവൈലബിൾ ഉപ്പിട്ട കഞ്ഞിവെള്ളം, കരിക്കിൻ വെള്ളം ഉണ്ടെങ്കിൽ ഇത് കുടിക്കാം, മോര് വെള്ളമുണ്ടെങ്കിൽ കുടിക്കാം. പക്ഷെ നമ്മൾ ഈ ചൂട് സമയത്ത് കഴിയുന്നതും ഈ ഡീഹൈഡ്രേഷൻ അധികമായിട്ട് ഉണ്ടാക്കുന്ന ചില പാനീയങ്ങളുണ്ട്. കോളകൾ, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, അതുപോലെ തന്നെ നമ്മുടെ ചായ, കാപ്പി, ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് മദ്യവും ഡീഹൈഡ്രേഷൻ വളരെയധികം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ഇതാണ്. അപ്പോൾ ആ ഒരു ചൂടുള്ള സമയത്ത് കഴിയുന്നത് ഇതെല്ലാം കുറയ്ക്കാനും എല്ലാം ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജലാംശം കൂടുതലായിട്ട് അടങ്ങിയ പഴങ്ങളും, വാട്ടർമെലൺ, നമ്മൾ തണ്ണിമത്തൻ, ഓറഞ്ച്, അതുപോലെ തന്നെ പഴം, നമ്മൾ ഗ്രേപ്സ്, അങ്ങനെയുള്ള നമ്മുടെ ഫ്രൂട്ട്സും അതുപോലെ തന്നെ കുക്കുംബർ പോലുള്ള വെജിറ്റബിൾസും ഒക്കെ നമ്മൾ കൂടുതലായിട്ട് കഴിക്കേണ്ടതായിട്ട്. ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മുടെ കൂടി ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ലാലി നൂറനാടാണ്, ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ. ഹലോ, പറഞ്ഞോളൂ സർ. ഡോക്ടർ, ഞാൻ 60 വയസ്സുള്ള ആളാണ്. ഞാൻ ചെന്നൈയിലാണ്. ആ ചെന്നൈയിൽ നിന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച നാട്ടിലേക്ക് വന്നിരുന്നു. ചെന്നൈ ചൂടുണ്ടെങ്കിൽ കൂടെ ഞാൻ നാട്ടിലോട്ട് വന്നപ്പോ ഞാൻ നല്ല വൈറ്റാണ്, നല്ല കളറാണ് ഞാൻ. അതെ. അപ്പൊ ഞാൻ നാട്ടിൽ വന്ന് 2 ദിവസം 2 വീലർ യൂസ് ചെയ്യുന്ന ആളാണ്. അതെ. അപ്പൊ ഒരു ഉച്ചസമയം തന്നെ വണ്ടി ഓടിച്ചിട്ട് ഞാൻ 2 ദിവസം നല്ല കളർ തന്നെയായിരുന്നു. 3ാമത്തെ ദിവസം രാവിലെ എഴുന്നേറ്റ് ഞാൻ കണ്ണാടി ബെഡ്ഷീറ്റ് വന്ന് മുഖം കഴുകിയിട്ട് രാവിലെ പുറത്തോട്ട് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ നോക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ സംശയം, എന്റെ കുറെ കറുത്ത ആരോ നിൽക്കുന്ന പോലെ. ഞാനാണെന്ന് ഞാൻ വിചാരിച്ചില്ല, എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് എന്റെ മുഖം കറുത്ത് ഒരുമാതിരി വികൃതമായിട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ കേരളത്തിലെ ഒരു സാഹചര്യം, പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ വേനൽക്കാലമാണ്, വളരെ അത്യുഷ്ണത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ കഴിയുന്നതും ഇപ്പോൾ ചെന്നൈയിൽ താമസിച്ച് പെട്ടെന്ന് നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ വേറൊരു ടെമ്പറേച്ചറിലേക്ക് നമ്മൾ എക്സ്പോസ്ഡ് ആവുകയാണ്. ഇത് ഹീറ്റ് കൊണ്ടാവാൻ സാധ്യതയുണ്ട്. അതല്ലാതെ വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളത് നമ്മൾ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കണം. അത്രയും മാത്രം നമ്മൾ ഹീറ്റ് എക്സ്പോസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഭയക്കേണ്ട കാര്യമില്ല. ഹീറ്റ് കൊണ്ടായിട്ടുള്ള സാധനങ്ങൾ അത് സെൽഫ് ലിമിറ്റിംഗ് ആണ്, അത് പതിയെ പൊക്കോളും.
പക്ഷേ നമ്മുടെ ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. ഇന്നത്തെ ഹലോ ഡോക്ടറിന്റെ സമയം അവസാനിച്ചിരിക്കുകയാണ്. ചൂട് മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും ചൂടിനെ എങ്ങനെ നേരിടാമെന്ന വിഷയവുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. നമുക്കൊപ്പം ഉണ്ടായിരുന്നത് കേരള ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസിലെ ഡോക്ടർ MS മനു ആണ്. നാഷണൽ ഹെൽത്ത് മിഷൻ കേരളയുടെ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഹ്യൂമൻ ഹെൽത്ത് പ്രോഗ്രാമിന്റെ സ്റ്റേറ്റ് നോഡൽ ഓഫീസർ കൂടിയായിരുന്നു ഡോക്ടർ. വളരെ നന്ദി ഡോക്ടർ. ഇതോടെ ഹലോ ഡോക്ടർ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.